അച്ഛാ 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 എന്താ മോളെ? ഞാൻ എത്ര നേരമായി ബാക്കിൽ നിന്നിട്ട് അച്ഛനെ വിളിക്കുന്നേ. മോളെ അച്ഛനെ വിളിച്ചാ? അച്ഛൻ കേട്ടിട്ടാ മോളെ. അച്ഛന് ഈടെയായിട്ട് കേൾവി ശക്തി ഇത്തിരി കുറവുണ്ട്. അച്ഛൻ ഇങ്ങനെ വിട്ടാ ശരിയാവൂല. വാ. ഇതാണ് സാർ അച്ഛന്റെ പ്രശ്നം. ഞങ്ങള് ബാക്കിൽ നിന്ന് എന്ത് സംസാരിച്ചാലും അച്ഛൻ കേൾക്കൂല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അച്ഛൻ ഇങ്ങനെ ലോട്ടറി എല്ലാം കൊണ്ട് പോവാറുണ്ട്. അപ്പം ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്ന് ഓണടിച്ചിട്ട് അച്ഛൻ കേട്ടില്ല. അങ്ങനെ ചെറിയൊരു ആക്സിഡന്റ് എല്ലാം സംഭവിച്ച്. അപ്പൊ ഇത് ശ്രദ്ധക്കുറവാണോ കേൾവി കുറവാണോ എന്നറിയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ച എന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാന്ന്. എത്ര കാലമായി അച്ഛനിപ്പോൾ ഈ പ്രശ്നം തുടങ്ങിയിട്ട്? ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ട് എത്ര കാലമായി? പ്രശ്നം ഞങ്ങള് കൃത്യമായിട്ട് ശ്രദ്ധിച്ചത് ഈ ഒരു ആക്സിഡന്റിന് ശേഷമാണ്. അതിന് മുന്നേയും അച്ഛൻ ഇങ്ങനെ വിളിച്ചാലൊന്നും നമ്മളിങ്ങനെ പോകുമ്പോഴെല്ലാം അച്ഛൻ വിളിച്ചാൽ കേൾക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കും എന്തെങ്കിലും അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല എന്ന് വിചാരിക്കും. പക്ഷെ ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അത് അച്ഛനെ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛന് എത്ര വയസ്സായി? അച്ഛന് 65 വയസ്സ്. അപ്പോൾ ഫ്രണ്ടിന് എന്ത് ചോദിച്ചാലും അച്ഛൻ ഇപ്പോൾ ആൻസർ ചെയ്യുന്നുണ്ട്. അച്ഛന് സ്വാഭാവികമായിട്ടും ഒരു കേൾവിക്കുറവുണ്ട്. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ കേൾവിക്കുറവ് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം എന്താണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടത്. ഓക്കെ അച്ഛാ, ഈ റൂബ് കണ്ടൊന്നും പേടിക്കണ്ട കേട്ടോ. ഇത് നമ്മൾ കേൾവി പരിശോധിക്കാനായിട്ട് ഈ മുറിയിൽ ഇരുത്തിയിട്ടാണ് പരിശോധിക്കുന്നത്. സൗണ്ട് ട്രീറ്റഡ് ആയിട്ടുള്ളൊരു മുറിയാണ്. സൗണ്ട് ട്രീറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ശബ്ദം തരും. ഞാൻ ഹെഡ്ഫോണിലൂടെ ശബ്ദം തരുമ്പോൾ ആ ശബ്ദമൊന്നും പുറത്ത് കേൾക്കത്തില്ല. അകത്തുനിന്ന് പറയുന്ന ശബ്ദമൊന്നും പുറത്ത് കേൾക്കത്തില്ല. പുറത്തുള്ള ശബ്ദങ്ങളൊന്നും അകത്തോട്ടും കേൾക്കത്തില്ല. അത്രയും സൗണ്ട് ട്രീറ്റഡ് ആയിട്ടുള്ള റൂമാണ്. നമുക്ക് അതിലോട്ട് കയറാവോ? കയറിക്കോളൂ, ഇരുന്നോളൂ അച്ഛാ. അച്ഛാ, ഇത് ഹെഡ്ഫോൺ ആണ് കേട്ടോ. ഞാനിത് അച്ഛൻ്റെ ചെവിയിൽ വെച്ച് തരും. ഇതിലൂടെ ചെറിയ രീതിയിൽ ശബ്ദം കേൾക്കും. എത്ര ഉച്ചത്തിൽ കേട്ടാലും ചെറിയ രീതിയിൽ കേട്ടാലും ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അച്ഛൻ കൈപൊക്കി കാണിക്കണം. മനസ്സിലായോ അച്ഛാ ഞാൻ പറയുന്നത്? ഞാൻ ചെവിയിൽ വെക്കട്ടെ? ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് പറയുക. കേൾക്കുമ്പോ കൈ പൊക്കണം കേട്ടാ. നമ്മളിപ്പോൾ ഇവിടെ കേൾവി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ. ഈ വെച്ച ഹെഡ്ഫോണിലൂടെ ഞാൻ ലോ ഫ്രീക്വൻസി മുതൽ ഹൈ ഫ്രീക്വൻസി വരെയുള്ള ശബ്ദങ്ങളാണ് ഈ ഹെഡ്ഫോണിലൂടെ ഞാൻ നൽകുന്നത്. ഈ അച്ഛൻ്റെ റെസ്പോൺസിലൂടെയാണ് നമ്മൾ അച്ഛന് എത്ര ശതമാനം കേൾവിക്കുറവുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നത്. ഇപ്പം നമ്മളിവിടെ ചെയ്തത് പ്യൂട്ടോൺ ഓഡിയോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റാണ്. ഇതിലൂടെ നമുക്ക് എത്ര ശതമാനം കേൾവിക്കുറവുണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ നടുചെവിയിൽ, ചെവിയുടെ മധ്യഭാഗം മിഡിൽ ഇയറിൽ പഴുപ്പ്, പൊട്ടൽ, ചൊറിച്ചിൽ, കർണപടത്തിൽ ഹോള്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊപ്പം ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ടിമ്പനോമെട്രി എന്ന് പറയുന്നത്. അച്ഛാ, ഹിയറിംഗ് ടെസ്റ്റൊക്കെ കഴിഞ്ഞായിരുന്നു. പേടിക്കാനൊന്നുമില്ല. ചെറിയൊരു രീതിയിലുള്ള കേൾവിക്കുറവേ ഉള്ളൂ. വലത് ചെവിയിലാണ്. പ്രായമേറിയതിൻ്റെതായ ചെറിയൊരു കേൾവിക്കുറവേ ഉള്ളൂ. അപ്പോൾ നമുക്കതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയറിംഗ് എയ്ഡ് അഥവാ കേൾവി സഹായി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹിയറിംഗ് എയ്ഡ് നമുക്ക് പല തരത്തിലാണ് ഉള്ളത്. ഇത് ചെവിയുടെ പുറകിൽ വെക്കുന്ന തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ് ആണ്. അതുപോലെ തന്നെയാണ് ഇതും. ഇത് റിസീവർ ഇൻ ദ കനാൽ എന്ന് പറയുന്ന മോഡലാണ്. ഇതും ചെവിയുടെ പുറകിൽ വെക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ, CAC, ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ് ആണ്. ഇതെല്ലാം ബാറ്ററി ഓപ്പറേറ്റഡ് ഹിയറിംഗ് എയ്ഡ് ആണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇത് റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ് ആണ്. ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന തരത്തിലുള്ള റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ് ആണ്. അപ്പോൾ അച്ഛൻ്റെ കേൾവിക്കുറവിന് ഏതാണ് അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അച്ഛാ, ഞാനിത് വെക്കാൻ പോവുകയാണേ. ഈ ശബ്ദം കേട്ടായിരുന്നോ അച്ഛാ? ഓക്കെ. ഞാനിപ്പോ പറയുന്നത് കേൾക്കുന്നുണ്ടോ അച്ഛന്? ഉണ്ട്. രാവിലെ അച്ഛൻ എന്താ കഴിച്ചത്? രാവിലെ പുട്ട് കഴിച്ചു. ഞാൻ പറയുന്ന വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ അച്ഛന്? ഇപ്പൊ വ്യക്തമായിട്ട് കേൾക്കാം. ഇപ്പൊ വ്യക്തമായിട്ട് കേൾക്കാം. മാറ്റം തോന്നുന്നുണ്ടോ വെച്ചിട്ട്? നല്ല ക്ലിയർ ഉണ്ട്. ഹാപ്പി ആണോ അച്ഛൻ? ഹാപ്പി ആണ്. ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ. അച്ഛാ, എന്താ മോനെ? അച്ചോ, എന്താ മോനെ? കേക്കുന്നില്ലേ? ഇപ്പൊ അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട്. നന്നായി കേൾക്കുന്നുണ്ടല്ലേ? അച്ഛൻ ഹാപ്പി ആയിട്ടാ.
അച്ഛൻ്റെ പ്രശ്നത്തിന് എന്തായാലും ഒരു പരിഹാരമായി. അപ്പം ഞങ്ങൾ ഈ വീഡിയോയിലൂടെ വേറെ 1-2 കാര്യങ്ങളോട് കാണിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അച്ഛന് ഇപ്പോൾ പ്രായത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ കേൾവിക്കുറവ് ഉണ്ടായത്. പക്ഷെ എന്നാൽ കൊച്ചു കുട്ടികളിൽ തന്നെ ഈ ഒരു കേൾവിക്കുറവ് കൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതും അതുപോലെ തന്നെ ഓട്ടിസം, പിന്നെ നമ്മുടെ ADHD ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ രക്ഷിതാക്കളും ഉണ്ട്. അപ്പം അവർക്ക് കൂടി വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അതും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് പേർക്ക് ഇതൊരു ആശ്വാസമാവും. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കണ്ടാലോ. ബാ. നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് സംസാരം, ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവയ്ക്കൊക്കെ ഒരു പരിഹാരമായിട്ടുള്ള ഒരു തെറപ്പി സെഷൻസ് ആണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഞങ്ങളുടെ ഈ സെൻറ്ററിലുള്ളത്. അതിൽ സ്പീച്ച് തെറപ്പിസ്റ്റ് ഉണ്ട്, ബിഹേവിയർ തെറപ്പിസ്റ്റ് ഉണ്ട്, ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, മ്യൂസിക് തെറപ്പിസ്റ്റ് ഉണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള ഇൻഡിവിജ്വൽ തെറപ്പി സെഷൻസും ഗ്രൂപ്പ് തെറപ്പി സെഷൻസും ഉണ്ട്. മാം, അപ്പോൾ ഇതൊക്കെയാണ് തെറപ്പി ഓരോ സെക്ഷൻ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് ഇൻഡിവിജ്വൽ തെറപ്പിയാണ് നടക്കുന്നത്. പുള്ളിക്കാരി ABA തെറപ്പിസ്റ്റ് ആണ്. അപ്പം അതില് ഈ പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കും പിന്നെ അതുപോലെ തന്നെ അവർക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ABA തെറപ്പി സഹായിക്കും. ഇത് സ്പീച്ച് തെറപ്പി റൂമാണ്. ഇപ്പോ അതിലും ഈ സംസാര വൈകല്യങ്ങളുള്ള കുട്ടികൾ, സംസാരപരവും ആശയപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളുണ്ട്. ADHD, ഓട്ടിസം, അതുപോലെ സ്പീച്ച് ഡിലേ, അങ്ങനെയുള്ള കുട്ടികളാണ് മെയിൻ ആയിട്ട്. ഇതെല്ലാം നമ്മുടെ തെറപ്പി സെഷൻസ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറപ്പി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കുട്ടികളുടെ ഫോട്ടോ കാണിക്കാത്ത കുട്ടികളെ കാണിക്കണ്ട, കാണുന്നുണ്ടല്ലോ അവരെ വീഡിയോയിലൂടെ കാണിക്കണ്ട. പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെക്ഷൻ ആണ്. അത് ഈ പഠന പ്രശ്നങ്ങൾ, പഠന വൈകല്യം അങ്ങനെയുള്ള കുട്ടികൾക്ക്. അപ്പം അവർക്ക് അറ്റൻഷൻ ഉണ്ട്, അറ്റൻഷന്റെ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. അതായത് നമ്മള് നോർമൽ സ്കൂളുകളിൽ പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ സെഷൻസും റെമഡിയൽ ടീച്ചിങ്ങും ഒക്കെ. ഇതെങ്ങനെ, എത്ര ടൈം ആയിരിക്കും ഇത്? നമ്മൾ സാധാരണ 1 hour ഉണ്ട്, 45 minutes അങ്ങനെയാണ്. ഇത് നമ്മുടെ ഒക്യുപേഷണൽ തെറപ്പി യൂണിറ്റ് ആണ്. അപ്പൊ നമ്മുടെ 3 തെറപ്പിസ്റ്റുമാരുടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ഒക്യുപേഷണൽ തെറപ്പി എന്ന് പറയുന്നത് ദൈനംദിന കാര്യങ്ങൾ നിർവഹണത്തിൽ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മെയിൻ തെറപ്പിസ്റ്റ് ആയ അജ്മിയുണ്ട്. ഹായ് അജ്മി. അപ്പൊ എന്താണ് ഈ ഒക്യുപേഷൻ തെറാപ്പി? എന്താണ് ശരിക്കും വീഡിയോയിൽ പറയാൻ വേണ്ടി പറ്റും? ഒക്യുപേഷണൽ തെറപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റത് തൊട്ട് കിടക്കുന്നത് വരെ ചെയ്യുന്ന കാര്യനിർവഹണത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എടുക്കേണ്ടതാണ് ഒക്യുപേഷണൽ തെറപ്പി എന്നുള്ളത്. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പീഡിയാട്രിക് ഒക്യുപേഷണൽ തെറപ്പിയാണ്. പീഡിയാട്രിക് ഒക്യുപേഷണൽ തെറപ്പിയിൽ ഇവിടെ കൂടുതലായിട്ടും വരുന്നത് ASD, ADHD പോലുള്ള ഡയഗ്നോസ് ചെയ്തിട്ടുള്ള കുട്ടികളാണ്. ഇവർക്ക് കൂടുതലായിട്ടും സെൻസറി പ്രശ്നങ്ങൾ, സെൻസറി പ്രോസസ്സിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാം. ഇതിലൂടെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കുക അല്ലേ? നമ്മുടെ സെൻസറി റൂം, സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഇവിടെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. 17 വർഷമായി സൗണ്ട് പ്ലസ് ആക്ടിങ് നമ്മൾ തുടങ്ങിയിട്ട്. ഇപ്പൊ 4 സെന്റർ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ വിങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ ഇവിടെ തെറപ്പി സെഷൻ ഉണ്ട്, എയർലി ഇന്റർവെൻഷൻ സെക്ഷൻ ഉണ്ട്, പിന്നെ അല്ലാതെ ഡേ കെയർ ഫെസിലിറ്റി, അതായത് വലിയ കുട്ടികൾക്കുള്ള ഡേ കെയർ ഫെസിലിറ്റി ഉണ്ട്, കൊച്ചു കുട്ടികൾക്കുള്ള ഡേ കെയർ ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്. മാക്സിമം നമ്മുടെ ഇതുപോലുള്ള പരിമിതികൾ എന്തെങ്കിലും ഉള്ള കുട്ടികൾക്കാണെങ്കിൽ എല്ലാവിധ തെറപ്പികളും കൊടുത്ത്, അതാണ് നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ടീമിൻ്റെ ഒരു സേവനം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാവുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കണ്ടല്ലോ, എന്തായാലും അച്ഛൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ഒരു ഗുണമുണ്ടായി. അതുപോലെ തന്നെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, കുട്ടികളും ഉണ്ടല്ലേ. ശരിക്കും ഒരു കേൾവിക്കുറവുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടിലൊക്കെ നേരിടുന്നുണ്ടാവും. അതുപോലെ തന്നെ ഓട്ടിസം, ADHD അങ്ങനെ പല പല അസുഖങ്ങളുണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട്, രക്ഷിതാക്കളും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു തെറാപ്പി സെൻറ്റർ ഒരുപാട് ഉപകാരമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് പരമാവധി ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ളവരിലേക്ക് എത്തട്ടെ. നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ അറിയുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോയുടെ ഉപകാരം ഉണ്ടാവട്ടെ. അപ്പോൾ ഇതിപ്പോൾ ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങലിലാണ്. ഇപ്പോൾ ആറ്റിങ്ങലിൽ ഇവർക്ക് ഇപ്പോൾ 4 തെറാപ്പി സെൻ്ററുകൾ ആറ്റിങ്ങലിൽ തന്നെ ഉണ്ട്. ഇത് കൂടാതെ കേരളത്തിൻ്റെ പല പല ഭാഗങ്ങളിലേക്ക് ഇത് തുടങ്ങാനാണ് പ്ലാൻ. അപ്പം നിങ്ങൾക്കും ഇതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. എല്ലാ സേവനവും ലഭ്യമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിലും ഞാൻ നമ്പർ കൊടുത്തൊക്കെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തട്ടെ, എല്ലാവർക്കും ഉപകാരമാവട്ടെ അല്ലേ? അതെ. അപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ.